വർക്കൗട്ട് പറഞ്ഞുതരാം കേട്ടോ. പ്രശാന്ത് കുമാർ, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് എ ലോട്ട്. രമ്യ, ഓക്കെ, ഞാനിനി പറയാം. ഒരു വർക്കൗട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ സുംബ ചെയ്തിട്ട് കുറേ പേർക്ക് വയറ് മാത്രം പെൻഡിങ് കുറയാണ്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു, വയറ് മാത്രം. അപ്പോൾ അതിനൊരു ഈസി അല്ല, കുറച്ച് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചാടേണ്ടി വരും നമ്മൾ. ഇന്ന് എൻ്റെ ഡ്രസ്സിങ് അതിന് പറ്റിയതേ അല്ല, ഞാൻ സ്കേർട്ട് പോലത്തെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ കാണിച്ചു തരാം ബേസിക്, അതിൻ്റെ ബിഗിനേഴ്സ് ലെവൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ബർപ്പീസ് എന്ന് പറയും കേട്ടോ, ബർപ്പീസ്. അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ലൈറ്റായിട്ട് കാണിച്ചു തരാം. എൻ്റെ ഡ്രസ്സ് കണ്ടാൽ നിങ്ങളൊന്ന് ചിരിച്ച് ചാവും. ഓക്കെ, ബർപ്പീസ് എന്ന് പറയും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ വയറ് മാക്സിമം ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ചെയ്യാൻ നോക്കുക. ഇറ്റ്സ് ലൈക്ക് എ 5 കൗണ്ട്. ഓക്കെ, എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇതാണ് ഡ്രസ്സ്, ആരും ഞെട്ടണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണെന്നറിയോ, നമ്മൾ 2 ചാട്ടം വരും മെയിനായിട്ട്, 2 അല്ല 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ സൈഡിൽ തിരിഞ്ഞ് കാണിച്ചു തരുക, ഏത് ഡയറക്ഷൻ വേണമെങ്കിലും നിൽക്കാം. നിന്നിട്ട് നമ്മൾ താഴെ ഇരിക്കാൻ പോകുന്ന പോസ്ചറിൽ ഞാൻ ഇരുന്നാൽ കാണുമോ? 1 മിനിറ്റ്. ഞാൻ ഇത് വായിക്കുന്നില്ല കേട്ടോ ഒന്നും, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ നിന്നു, എന്നിട്ട് കയ്യിൽ ഫുൾ പവർ കൊടുത്തിട്ട് പതുക്കെ താഴെ പോവാ, ഈ പൊസിഷൻ പോവാ. കൈ ഫുൾ ഇവിടെ ബാലൻസ് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നിലേക്ക് ബോഡി പാരലൽ ആക്കിയിട്ട് ചാടാൻ നോക്കാം. കണ്ടോ? ബോഡി മാക്സിമം ഡൗൺ ആക്കാൻ നോക്കാം. എന്നിട്ട് തിരിച്ച് ജമ്പ് ചെയ്യാം. അപ്പൊ ഇത് 2 ചാട്ടായില്ലേ? എന്നിട്ട് എണീക്കുമ്പോ മോളിലേക്ക് ഇങ്ങനെ ചാടാം, കൈ മോളിലേക്ക് പിടിച്ചിട്ട് ചാടാം. അപ്പൊ നമ്മൾ എത്ര ജംപ്സ് ആയി? 3 ജംപ്സ്. സ്ലോ ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ പതുക്കെ താഴെ പോവാ, സ്റ്റൊമക്ക് മാക്സിമം, കണ്ടോ, ഈ പോർഷൻ മാക്സിമം ഉള്ളിലേക്ക് പിടിക്കാം. അപ്പൊ താഴെ പോവാ, എന്നിട്ട് പിന്നിലേക്ക് ജമ്പ് ചെയ്യുക ഫ്ലാറ്റ് പൊസിഷനിൽ. എന്നിട്ട് തിരിച്ച് ജമ്പ് ചെയ്യുക, മുകളിലേക്ക് ജമ്പ് ചെയ്യുക, കൈ മുകളിലേക്ക് പിടിച്ചിട്ട് 3 ജംപ്സ് വരും. യു ഹാവ് ടു ഗോ ഡൗൺ പൊസിഷൻ പോവുക, ലെഗ്സ് 2 എടുത്ത് ജമ്പ് ചെയ്യുക ബാക്കിലേക്ക്. നമ്മുടെ ബോഡി ഫ്ലാറ്റ് ആക്കി വെക്കാൻ നോക്കുക, പാരലൽ ടു ദ ഫ്ലോർ ആക്കാൻ നോക്കുക. തിരിച്ച് ജമ്പ് ചെയ്യുക, എണീറ്റ് നിന്നിട്ട് കൈ 2 പൊന്തിച്ച് ക്ലാപ്പ് ചെയ്തിട്ട് ഒരു ജമ്പ്. അജിത പ്രമോദ്, ഹായ്. ഓ, താങ്ക്സ് എ ലോട്ട് ഡിയർ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, കോസ്റ്റ്യൂം സൂപ്പർ അല്ലേ? നല്ല കോസ്റ്റ്യൂമാ, സുംബ അല്ലെങ്കിൽ എക്സസൈസ് കാണിച്ചു തരാൻ പറ്റിയ കോസ്റ്റ്യൂമാ. ഞാൻ ഇന്ന് സമയം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു വിച്ചു എന്നെ പിക്ക് ചെയ്യാൻ വരും എന്ന് പറഞ്ഞേ, ലേറ്റാ. അപ്പോൾ ഫ്ലോറും ഉണ്ട്. ഞാൻ വെച്ചാൽ കുറേ ദിവസമായി ലൈവ് വന്നിട്ട് ഇന്ന് ബർപ്പീസ് കുറച്ച് ദിവസമായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ബർപ്പീസ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഇൻ യൂട്യൂബ്. അല്ലെങ്കിൽ നമ്മളിവിടെ ബർപ്പീസ് ചെയ്യുന്നൊരു വീഡിയോ ഇടാൻ നോക്കാം. അപ്പം എല്ലാവരും ബർപ്പീസ് ഒന്നില്ലെങ്കിൽ യൂട്യൂബിൽ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം എന്താ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ബർപ്പീസ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളത് സൈഡ് കിക്സ് ഉണ്ട്. ഇത് വയറിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറയാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ മാക്സിമം വയറുള്ളിലേക്ക് പിടിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഉള്ളിലേക്ക്, എന്നിട്ടാണ് ബർപ്പീസ് ചെയ്യുക. അത് ഫ്രണ്ട് പോർഷൻ. ഇനി സൈഡ് ഉണ്ടല്ലോ, ലേഡീസിനും ജെൻസിനും. ലേഡീസിന് പൊതുവെ ഇപ്പോൾ ബോഡി ഷേപ്പ് വരുമ്പോൾ ഇവിടെ ഈ പോർഷനാണ് കുറയ്ക്കാൻ നോക്കല്ലോ, അതിനുള്ളതാണ് സൈഡ് കിക്സ് കേട്ടോ. സൈഡ് കിക്സ് ചെയ്യുക. ഞാൻ എപ്പോഴും എല്ലാ ലെവലും ഞാൻ പറഞ്ഞു തരുന്നതാണ്, ഗോ ഫോർ സൈഡ് കിക്സ്. സൈഡ് കിക്സ് എന്ന് പറയുമ്പോൾ ഇത് ടക്ക് ടക്ക് മാക്സിമം അടിക്കുക. നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ ഇവിടെ ഫീൽ ചെയ്യും നമുക്ക് എക്സ്ട്രാ ഫാറ്റ് ഉള്ളത് ഇങ്ങനെ മടങ്ങുന്നത് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ ലെഗ് പോയിന്റ് ചെയ്തിട്ട് കിക്ക് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ ഫാറ്റ് ഉള്ളത് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നമ്മളിങ്ങനെ കുറേ കിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ അവിടെ ഇങ്ങനെ ഫാറ്റ് ബേൺ ആവാൻ തുടങ്ങും. സൈഡ് കിക്സ് നല്ലതാ. പിന്നെ ഫ്രണ്ടിൽ കിക്ക് അത് ഇങ്ങനെ എടുക്കുന്ന ഇതൊക്കെ നല്ലതാ. ഇത് ഒത്തിരി തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളതാ, ഓരോ ലൈവിലും പറഞ്ഞു തന്നിട്ടുള്ള ഇതൊക്കെ എക്സ്ട്രാ ഇപ്പം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ബർപ്പീസ് ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവരും. അതൊരു ഫ്ലോർ വർക്കൗട്ടാണ്. ബർപ്പീസ് മാത്രമല്ല, മൗണ്ടൻ ക്ലൈംബും നല്ലത് ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ നിന്നിട്ട് യു ക്യാൻ വാക്ക് ഇങ്ങനെ 1 2 3 എന്നിട്ട് ഓടുന്ന പോലെ. ഈ കോസ്റ്റ്യൂം ഇട്ട് ചെയ്തതിന് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇതാണ് വയറ് കുറയുന്ന. ഒത്തിരി ലൈറ്റ് ഉണ്ടല്ലേ? ഓക്കെ,
വയറ് കുറയ്ക്കാനുള്ള മെയിൻ എക്സസൈസ് ബർപ്പീസ് ട്രൈ ചെയ്യുക, മൗണ്ടൻ ക്ലൈംസ് ട്രൈ ചെയ്യുക, സൈഡിൽ വയറിൻ്റെ ഇവിടെ ഫാറ്റ് ഉള്ളവർ മറ്റ് സൈഡ് കിക്സ് ട്രൈ ചെയ്യുക. അപ്പോൾ വയറ് നന്നായി കുറയും. വയറിന് ഇപ്പം നമ്മുടെ ബോഡിയുടെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലായിടത്തെയും തടി കുറഞ്ഞ് ലാസ്റ്റിലാണ് വയറ് കുറയുക. വയറ് അവിടെ തന്നെ അങ്ങനെ കിടക്കും, അതെല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വയറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ച് വർക്കൗട്ട്സ് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോൾ പറഞ്ഞത് ബർപ്പീസ് കേട്ടോ. പിന്നെന്തായിരുന്നു പറയാനുള്ള കെൻ യു സ്റ്റാർട്ട് വൺ സ്റ്റുഡിയോ ഇൻ കൊച്ചി? ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒന്ന് സെറ്റിലായിട്ട് പതുക്കെ നാട്ടിൽ. ഭയങ്കര ഗ്ലെയറാ ഇവിടെ, എല്ലായിടത്തും ലൈറ്റ്സ് ഉണ്ട്. സ്റ്റുഡിയോ അല്ലേ, ഇത് ഓഫാക്കിയ പിന്നെ എന്നെ കാണത്തേ ഇല്ല. താങ്ക് യു സ്വാതി. ഗൗതം, സൂര്യ, അരുൺ ഹായ് ഹായ്. സോളി, ബിജു കുമാർ ഹായ്. രവീന്ദ്രൻ ടോപ്പ് ഫാൻ ഹായ് 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 ഹായ്. ടോപ്പ് ഫാൻ ഒരു എക്സ്ട്രാ ഹായ്. സ്വാലിക് ഹായ്. സാജിർ ഹായ്. ഗൗതം ഹായ് ഡിയർ. ഓക്കെ. സുജീഷ് ഹായ്. സുഖം ജോയ്സി, തിരക്കാണ് പക്ഷെ സുഖം. പാർവതി ഹായ്. ഓക്കെ, അപ്പോൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പിന്നെ വേറെ കാര്യം, സുംബ വീഡിയോസ് ഇപ്പോൾ ബോയ്സിനെ വെച്ചിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു സുംബ വീഡിയോ ലാസ്റ്റ് വീക്ക് അല്ല 2 days ബാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആലാരെ ഗോവിന്ദ പറഞ്ഞിട്ട് മോഹൻലാൽ സോങ് ആണ്. അപ്പം അത് സിമ്പിൾ സ്റ്റെപ്സ് ആണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അതൊരു യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ കൈൻഡ് ഓഫ് സുംബയായിരുന്നു. എന്നാൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ അതൊരു ഫുൾ സോങ് ചെയ്തു വരുമ്പോൾ തന്നെ നന്നായി വയർക്കും. അപ്പോൾ അതൊരു തവണ ചെയ്യുമ്പോൾ ഇന്ന ഓർഡർ എന്നുള്ളതല്ല. ഇപ്പം എൻ്റെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഒരു 55 വീഡിയോസ്, അറൗണ്ട് 55 വീഡിയോസ് ഉണ്ടോ. അതിലൊരു ഫിറ്റ്നസ് ഹബിൽ ഒരു 36 വീഡിയോസ് ഉണ്ട്. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് എടുത്തിട്ട് ഇഷ്ടമുള്ളൊരു ഫോർമാറ്റിൽ, അതായത് ഒരു ഓർഡറിൽ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിടാം. ഓൺലി തിങ് ഈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒത്തിരി കിതയ്ക്കും. ഭയങ്കര ഹാർട്ട് ബീറ്റ് റേറ്റ് ഇവിടെ എത്തും. നല്ല ഹൈ ആവുമ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഒന്ന് പതുക്കെ നടക്കുക, ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇങ്ങനെ അതൊരു 5 തവണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് ഒന്ന് പതുക്കെ നോർമൽ ആവും. അപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും സ്റ്റെപ്സ് പിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വാമപ്പ് ചെയ്യണം കേട്ടോ. വാമപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുത്തൊക്കെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യുക, ഷോൾഡേഴ്സിൻ്റെ വാമപ്പ് ചെയ്യുക, വയറിൻ്റെ. അത് ഓരോ പോർഷനിലും മസിൽസിൻ്റെ എന്താ പറയുക ടോണിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ബോഡി ഫുൾ ഹീറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ കൊളത്തി പിടിക്കില്ലേ, കൈ ഓരോ പോർഷൻ കൊളത്തി പിടിക്കുന്നത്, അതൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് വാമപ്പ് ചെയ്യുന്നത്. എന്നിട്ട് സുംബ ചെയ്യുക 45 minutes, 1 hour, 1.5, 2, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിലും. ഇനി സ്റ്റെപ്സ്, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് പറ്റാണ്ടിരിക്കാം, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ അത് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് ചെയ്തോ. ശ്രദ്ധിക്കേണ്ടത് ആകെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ടയേർഡ് ആവുകയാണെങ്കിൽ പതുക്കെ നടക്കുക, നല്ലപോലെ ശ്വാസം വിടുക. ഇങ്ങനെ വിട്ടിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് ഒന്ന് നോർമലാക്കുക, വീണ്ടും ചെയ്യാം. ഇഷ്ടമുള്ള സുംബയുടെയും ഡാൻസിൻ്റെയും വ്യത്യാസം എന്താണെന്നറിയോ? ഡാൻസ് ചെയ്യുമ്പോൾ അതിനൊരു കൊറിയോഗ്രാഫി ഉണ്ടാവും. ഇതന്നെ ഫോളോ ചെയ്യണം. സ്റ്റെപ്സ്, കൈ ഇങ്ങനെ പിടിക്കണം, കൈയിൻ്റെ ആംഗിൾ ഇത്ര 45 അല്ലെങ്കിൽ 180 ആയിരിക്കണം. ഇതൊക്കെയാണ് ഡാൻസ് ചെയ്യുമ്പോൾ ഉള്ള റൂൾസ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു സുംബ ചെയ്യുമ്പോൾ അത് നമ്മുടേതായിട്ടൊരു ലോകം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മടിയുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് രീതിയിൽ തടി കുറയ്ക്കാൻ പറ്റുന്ന ഒരു രീതി, അതാണ് സുംബ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇങ്ങനെ ബോഡിക്ക് ഹാംഫുൾ ആയ രീതിയിൽ ചെയ്യാണ്ടിരുന്നാൽ മതി. ലൈക്ക് കിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ ഒരു 90 degree കിക്ക് ചെയ്യാൻ പറയുന്നു, ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റേ. ലൈക്ക് 90 degree കിക്ക് ചെയ്യാൻ പറയുമ്പോൾ അതിങ്ങനെ ഒത്തിരി ഹൈറ്റിൽ അല്ലെങ്കിൽ ആംഗിൾ തെറ്റിട്ട് അങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ മതി. അതൊക്കെ വരുമ്പോൾ കാണുന്നില്ലേ? ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഉളുക്കോ ചതവോ എന്തെങ്കിലുമൊക്കെ വരും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി സ്റ്റെപ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പൊ കൈ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് ഷെയ്ക്ക് ചെയ്യും, അണ്ടർ ആം ഫാറ്റ്, ഈ ഫാറ്റ് കുറയ്ക്കാൻ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും. അത് വേണമെങ്കിൽ ഇങ്ങനെയും പിടിച്ച് ചെയ്യാം, നോ പ്രോബ്ലം, എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, അതാണൊന്ന്. പിന്നെ ചെയ്ത് കഴിയുമ്പോൾ ഒരു കൂൾ ഡൗൺ സെക്ഷൻ വേണം. അതായത് നടക്കാം, പതുക്കെ നടന്നിട്ട് നല്ലപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ മെഡിറ്റേഷനിലൊക്കെ ചെയ്യില്ലേ നമ്മൾ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അതായത് ഇൻഹെയിൽ എക്സെയിൽ പതുക്കെ ചെയ്യുക. എന്നിട്ട് ഫുൾ ബോഡി ഒന്ന് പതുക്കെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക.
അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ വാമപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു പിടുത്തുണ്ടാവും. സുംബയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുമ്പോൾ നല്ലപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടാവും. ലൈക്ക് നമുക്കിപ്പോൾ കൈ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുവാന്ന് വിചാരിച്ചോ. ഈ സുംബയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ പോകാൻ പറ്റും. ആ ആംഗിൾ ഓഫ് ബെൻഡിങ് അത് കൂടും. ഓക്കെ, അപ്പോൾ അതാണ് കൂൾ ഡൗൺ ചെയ്തിട്ട് അത് നമുക്കപ്പോൾ ഒരു മനസ്സിലാക്കാൻ പറ്റും, ഒരു റിയലൈസേഷനാണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വർക്കൗട്ടിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി ഇത്തിരി ഫ്ലെക്സിബിൾ ആയി, അല്ലെങ്കിൽ നമുക്ക് നാളെ ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പാണത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഷൈമോൾ ഹൈ ഹൈ ഹൈ, ഹൗ ആർ യു? ഷാരിക ഹലോ, സരിത ഹായ്, എല്ലാവർക്കും ബിഗ് ഹായ്. അപ്പോൾ ഗൗതം ഹായ്. വയറ് കുറയ്ക്കാൻ കുറച്ച് ഡയറ്റ്സ് പറയും. ഷുവർ, റൈസ് കുറച്ചാൽ മതി. മെയിനായിട്ട് നമ്മുടെ മലയാളീസിന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിന് റൈസ് കഴിക്കുന്നത് കൂടുതലാണ്. ഈവൻ ഞാനും, എനിക്ക് ചോറെന്ന് വെച്ചാൽ പ്രാന്ത. അപ്പോൾ ചോറ് കഴിക്കുന്നത് കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ചിക്കനും ഫിഷൊക്കെ കഴിക്കാം, അതൊക്കെ ഒരു ലിമിറ്റിൽ. ഇൻ ബിറ്റ്വീൻ നല്ലപോലെ വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക, ഷുഗർ കുറച്ചിട്ട് കേട്ടോ. അങ്ങനെ ചെയ്താൽ തന്നെ തടി നല്ലപോലെ, നമുക്കുള്ള തടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. വർക്കൗട്ട്, ഇതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ആഡ് ഓൺ ആണ്, വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓടാൻ പോകുമ്പോൾ, സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഡയറ്റിങ്ങും